അപ്പോഴേ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കുറേ നാളായി, ഒത്തിരി നാളായിട്ടൊരു ലോങ് ഡിസ്റ്റൻസിന് ശേഷം ഇടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇപ്പം ഞാനും മോളും കൂടെ രാവിലെ എന്ത് ചെയ്യുന്നത് വെച്ചാൽ കുറച്ച് തേങ്ങയുടെ ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തേങ്ങ പറക്കാൻ പോകുന്നതിനുള്ള ഒരു തന്ത്രപ്പാടാണ് ഈ കാണുന്നത്. അവൾക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഒരു രക്ഷയില്ല. പിന്നെ നമ്മൾ അവിടെയുള്ള തെങ്ങിൽ നിന്ന് ഒരു 6-7 തെങ്ങുണ്ട്. ആ തെങ്ങിൽ നിന്നുള്ള തേങ്ങകളും കാര്യങ്ങളും എല്ലാം പറക്കി കരിക്കും ഉണ്ടായിരുന്നു. അതാ വെട്ടി കൊണ്ടിടുകയാണ് കേട്ടോ. ഇതിനിടയ്ക്ക് മോക്ക് ഞാനൊരു കരിക്കെടുത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരി കരിക്കിലൊന്നും വലിയ നോട്ടമില്ല. അവൾ അവളുടേതായിട്ടുള്ള രീതിയിൽ കളിച്ചുകൊണ്ട് നിൽക്കുക. അതാണ് ആ കാണുന്നത്. പിന്നെ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് ഒരു കരിക്ക് എടുത്ത് പൊതിച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാണ്, പതുക്കെ വെട്ടിയെടുക്കണമല്ലോ, അല്ലെങ്കിൽ പൊട്ടിപ്പോകും. ഇളതല്ലേ, സ്വാഭാവികമായിട്ട് ആ രീതിക്ക് ഞാൻ ഒന്ന് നോക്കിയിട്ട് പൊട്ടിയോ എന്ന് നോക്കിക്കൊണ്ടാണ് ഞാൻ അത് ചെയ്യുന്നത് കേട്ടോ. എന്താ ലാസ്റ്റ് അതിൻ്റെ ഒരു ഒരു വല്ലാത്തൊരു പരിവാക്കി വെച്ചിട്ടുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും. ആ, അത് അടുത്ത് കണ്ടോ, നമ്മുടെ ഈ തെങ്ങിലെ തേങ്ങയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. ഈ അത്രയും മണ്ടരി ബാധിച്ചിട്ട് തേങ്ങ അത്രയും ചെറുതായിപ്പോയി കേട്ടോ. അതും ഒരു തെങ്ങിലെ തേങ്ങയാണത്. പക്ഷേ ഒത്തിരി അത് നമ്മൾ നന്നായിട്ടൊന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ കുറച്ച് നല്ല രീതിയിലുള്ള കരിക്കും തേങ്ങയും കാര്യങ്ങളൊക്കെ കിട്ടുമായിരുന്നു. ഞാൻ പിന്നെ അവിടെ കിടന്ന മൊത്തം തെങ്ങിലെ തേങ്ങ മൊത്തം ഈ പറഞ്ഞതുപോലെ മൊത്തം കാഞ്ഞിലെല്ലാം വെട്ടിയിട്ട് അവൾ കണ്ടോ, അവൾക്ക് എടുക്കാൻ പറ്റുന്നില്ല എങ്കിലും പാവം എന്നെ സഹായിക്കുക. നല്ല ഒച്ച കേട്ടോ. പാവം കൊണ്ടെല്ലാം ഇങ്ങനെ ഒതുക്കിയിട്ട് കൊണ്ട് അവൾക്ക് കുടിക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്, കരിക്കും വെള്ളം. പിന്നെ പുറത്ത് നമ്മൾ പയർ നട്ടിട്ടുണ്ടായിരുന്നു. ആ പയറിൽ മുള വന്നിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള രീതിയിൽ ഞാൻ നോക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ ചീരയുടെ വിത്തും കാര്യങ്ങളൊക്കെ പാകി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ പൊടിച്ച് വരുന്ന ഒരു രസമല്ലേ, കുഞ്ഞുങ്ങൾ ഇതൊക്കെ കണ്ട് വളരട്ടെ. ഇത് എനിക്ക് തോന്നുന്നു പിറ്റേ ദിവസം ഉള്ള വീഡിയോ ഇതിൽ കൂടെ ആഡ് ചെയ്തിരിക്കുന്നതാണ്. നല്ല മഴയും കാര്യങ്ങളും ഉള്ളൊരു ദിവസമായിരുന്നു പിറ്റേ ദിവസം. അതാണ് നനവും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പം ഇവിടെ കോഴികളുള്ളത് കൊണ്ട് നമുക്കിപ്പം അത്യാവശ്യം ഈ നമുക്ക് ചെടികളും കോഴികളും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് കുറച്ച് ഓലയും കാര്യങ്ങളൊക്കെ വെച്ച് ഈ രണ്ട് സൈഡും ഒക്കെ ഒന്ന് മറച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് കയറി വന്നോളല്ലോ. ഇത് കയറി വന്നതിന് ശേഷം നമുക്കിപ്പോൾ നെറ്റിൻ്റെ വല മേടിച്ച് കെട്ടിക്കൊടുക്കാമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ഇത് നട്ടതിന് ശേഷം ഇച്ചിരി വെള്ളവും കൂടെ ഒന്ന് എന്ത് ചെയ്ത് ഒന്ന് ഓസ് വെച്ചൊന്ന് നനച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പം പിന്നെ അതും കൂടെ ആകുമ്പോൾ കാര്യങ്ങൾ സെറ്റാവും. അതിൻ്റെ ഇടയിൽ ഒരു റോസും കൂടെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു അബദ്ധം പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ തേനീച്ച കൊത്തിയിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ചെടി എടുക്കാൻ വേണ്ടിയിട്ട് ഓല എടുത്തപ്പോഴത്തേക്കും